കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്.സിയുടെ പുതിയ കോച്ചുണ്ടല്ലോ മിഖായൽ സ്റ്റഹറെ, അണ്ണനെ സീസൺ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ സ്പോർട്ടിംഗ് ഡയറക്ടർ കരോലിസ് കിങ്കിസ് ചവിട്ടി പുറത്താക്കാനുള്ള സാധ്യത എല്ലാം ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ എല്ലായ്പ്പോഴും കരോലിസ് കിങ്കിസ് ഒരു രഹസ്യ സ്വഭാവം ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. രഹസ്യ സ്വഭാവം എന്ന് വെച്ചാൽ താൻ ആരെയാണ് സൈൻ ചെയ്യാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് മാധ്യമങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള അറിവും ഉണ്ടായിരിക്കരുത് എന്നൊരു നിർബന്ധം സ്കിങ്കിസിനുണ്ട്. സ്കിങ്കിസ് വന്ന കാലം മുതൽ ആ കാര്യം കൃത്യമായിട്ട് പാലിച്ചു പോകുന്നുമുണ്ട്. പക്ഷേ നമ്മുടെ പുതിയ പരിശീലകനായിട്ടുള്ള മിഖായൽ സ്റ്റഹറെ സൈനിങ്ങിന് പിന്നാലെ ഉള്ള പോഡ്കാസ്റ്റിലെല്ലാം ചേർന്ന് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. തൻ്റെ പ്രയോറിറ്റി പ്ലേയേഴ്സിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. താൻ പണ്ട് പരിശീലിപ്പിച്ചിരുന്ന താരമായിട്ടുള്ള മാഗ്നസ് എറിക്സനെ തനിക്ക് താല്പര്യമുണ്ട് എന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. അതിനോടൊപ്പം പുള്ളി ഒരു കാര്യം കൂടി ചേർത്ത് വെച്ചിട്ടുണ്ട്. മാഗ്നസ് എറിക്സനെ താല്പര്യമുണ്ട് എന്ന് കരുതിയിട്ട് ലോകത്തിലുള്ള എല്ലാ ലീഗിലേക്കും ചെല്ലുമ്പം ആ സ്വീഡിഷ് നമ്മുടെ ആ ബുക്ക് ഓഫ് പ്ലേയേഴ്സിനെ മാത്രം എടുക്കാൻ പറ്റില്ല എന്നും പുള്ളി പറയുന്നുണ്ട്. അപ്പം പുള്ളി പോഡ്കാസ്റ്റിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് മാഗ്നസ് എറിക്സനെ തനിക്ക് താല്പര്യമുണ്ട് എന്ന്. മാഗ്നസ് എറിക്സൺ ഒരു ഓപ്ഷൻ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആളിനെ സൈൻ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. അത് നമുക്കൊക്കെ ആഘോഷിക്കാനുള്ള വകയാണ്. നമുക്ക് നേരത്തെ ഇന്നലെ തന്നെ ഇത് വീഡിയോ ആയിട്ട് ചെയ്യേണ്ടതാണ്. പോഡ്കാസ്റ്റിന്റെ കാര്യങ്ങൾ ഞാൻ ഇന്നലെ രാത്രി അപ്ലോഡ് ചെയ്ത വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇന്ന് കുറച്ച് ഇഷ്യൂസ് കാരണം വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്തില്ല. പക്ഷേ ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് പുറത്തേക്ക് വിടുന്നത് ഒരിക്കലും കരോലിസ് കിങ്കിസിനെ അങ്ങോട്ട് സൂചിക്കത്തില്ല. ഇപ്പം മാഗ്നസിനെ ആളിന് താല്പര്യമുണ്ട്, സ്റ്റെഹറയ്ക്ക് താല്പര്യമുണ്ട്. ആ താല്പര്യമൊക്കെ അണ്ണൻ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു നല്ലത്. ഏതായാലും ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്നും മാഗ്നസ് എറിക്സൺ എന്ന താരത്തിന് വേണ്ടിയിട്ട് യാതൊരു വിധത്തിലുള്ള ശ്രമങ്ങളും ഉണ്ടായിട്ടില്ല, ഇനിഷ്യേറ്റീവ്സ് ഒന്നും ആരംഭിച്ചിട്ടില്ല എന്നത് വ്യക്തമാണ്. അപ്പം കോച്ചിന് താല്പര്യമുണ്ട്. ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ ഒരു ചെറുവിരലനക്കം പോലും ആ താരത്തിന്റെ മേലെ നടത്തിയിട്ടില്ല. അപ്പം താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. അപ്പം ഇനി ഇങ്ങനെ കണ്ടന്റ് ചെയ്യുമ്പം ഉറപ്പിച്ചിട്ട് ചെയ്യുമ്പം നല്ല ഡിലേ ആവും. സോ റൂമർ ആകുമ്പം നേരത്തെ വരും, അതാണ് പ്രശ്നം. പക്ഷെ നമ്മൾ ലേറ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ആളുകൾ പറയും നമ്മൾ കോപ്പി അടിച്ചതാണ്. നേരത്തെ റൂമർ ചെയ്ത് കഴിഞ്ഞാൽ പറയും എന്തായാലും പറഞ്ഞു കുഴപ്പമില്ല. എന്തായാലും ഞാൻ ചെയ്യുന്ന പരിപാടികളോട് ഇന്നലെ അലമ്പിയിട്ടുണ്ടെന്ന് സത്യമാണ്. ഇനി അലമ്പൊന്നുമില്ല, ഓണസ്റ്റായിട്ടേ ചെയ്യത്തുള്ളൂ. ബൈ. വേണമെങ്കിൽ വിശ്വസിക്കാം.